അപ്പോൾ ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ജംഗ്സെയിലോൺ പതോങ് ബീച്ചിലുള്ള ജംഗ്സെയിലോൺ മാളിലാണ്. ഇത് ഫുക്കറ്റ് സിറ്റിയിലാണ് കേട്ടോ. ഫുക്കറ്റിൽ നമ്മൾ രാവിലെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, ലോക്കൽ കുഷീൻസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാം. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് ഈ മാളിൽ വന്നത്. അപ്പോൾ ഇവിടെ രാവിലെ മക്ഡൊണാൾഡ്സ് മാത്രമാണ് കേട്ടോ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ നേരെ മക്ഡൊണാൾഡ്സിൽ ഞാനൊരു ബർഗർ ഓർഡർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ബർഗർ വന്നിട്ട് കാണാം. അത്യാവശ്യം കോസ്റ്റ് നല്ല കൂടുതലാണ്. ഏകദേശം 380 തായ് ബാത്താണ് ഒരു ബർഗറിനായിട്ടുള്ളത്. എന്തായാലും വന്നിട്ട് നമുക്ക് നോക്കാം. ബർഗർ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് വരുന്നു കേട്ടോ. ചിക്കൻ ബർഗറാണ്. അപ്പോൾ ഇന്നിനി നമ്മൾ ഏകദേശം അടുത്ത പ്ലാനിങ് കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് ഈ മാളിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി എങ്ങനെയെങ്കിലും നമുക്ക് ഉച്ച സമയം വരെ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് വൈകുന്നേരമാണ് നമുക്ക് ഈവനിങ് ഫുഡ് കോർട്ട് ഏരിയയിലേക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ മൊത്തത്തിൽ മാളിനകത്ത് കുറച്ചൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മുടെ തായ് ഓറിയൻറ്റഡ് ബ്രാൻഡ്സിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. അത് ഫേക്ക് സാധനങ്ങളും കാര്യങ്ങളൊന്നും അല്ല. എല്ലാ ടൈപ്പിലുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. ഒരുപാട് പേര് പർച്ചേസ് ചെയ്യാൻ വരുന്നുമുണ്ട്. അപ്പോൾ തായ് പീപ്പിൾസാണ് കൂടുതലും പർച്ചേസ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് നേരം നിന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ വന്നിട്ട് ടൈം ഉച്ചയ്ക്ക് 1 മണിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്കിനി ഉച്ചയ്ക്കത്തെ ലഞ്ച് ഇവിടുന്ന് കഴിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് പോകാം. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് ഞാനൊരു തായ് ഓതൻറ്റിക് റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. ഫുഡ് കോർട്ട് ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു ഐറ്റം ഓർഡർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊരു അരമണിക്കൂർ ടൈം എടുക്കും. അപ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് ഷോപ്പിൽ പോയിട്ട് ഒരു ഫ്രൂട്ട് ജ്യൂസ് കൂടി വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ വന്നിരുന്ന് കഴിക്കാം. അപ്പോൾ ഇവിടെ ഫ്രൂട്ട് ജ്യൂസ് ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട്. മാംഗോ, സ്ട്രോബെറി എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു ഐറ്റം പറഞ്ഞിട്ടുണ്ട്. അത് മാംഗോ ജ്യൂസാണ് പറഞ്ഞേക്കുന്നത്. മാംഗോ ജ്യൂസ് വിത്ത് പാഷൻ ഫ്രൂട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവരത് പ്രിപ്പയർ ചെയ്തിട്ട് തരും. എല്ലാം ഫ്രഷ് സാധനങ്ങളാണ് കേട്ടോ. ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങളൊന്നും അവർ ചേർക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഐറ്റം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നേരെ നമുക്ക് ഫുഡ് കോർട്ട് ഏരിയയിൽ പോയിട്ട് നമ്മുടെ ആ റൈസ് വിത്ത് ചിക്കനും നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഓർഡർ കൊടുത്തത്. അതൊക്കെ കഴിച്ചിട്ട് നമുക്കിനി പുറത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഫുഡ് കോർട്ടിൽ ഇരുന്നിട്ട് നമുക്ക് നല്ലോണം കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ട് നമുക്ക് വാഷ് ഏരിയയും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം റൂമിലേക്ക് പോയിട്ട് ഇനി വൈകുന്നേരത്തെ ഇറങ്ങാം. ഇപ്പോൾ ടൈം വന്നിട്ട് വൈകുന്നേരം 6:30 ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു യൂബറിലെ ബൈക്ക് വിളിച്ചിട്ട് നേരെ മലീൻ പ്ലാസയിലേക്കാണ് പോകുന്നത് കേട്ടോ. മലീൻ പ്ലാസ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ആണ് ഈവനിങ്ങിലെ. അതായത് ഒരു ഫുഡ് കോർട്ട് ഏരിയ എന്ന് തന്നെ പറയാം. എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടും. നമുക്ക് എന്തായാലും അകത്തേക്കൊന്ന് കയറിയിട്ട് നോക്കാം എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഫുഡ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു നൈറ്റ് മാർക്കറ്റ് ഏരിയ ആണ്. അവിടെ ഒരുപാട് ബാഗ്, ഡ്രസ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെയാണ്, ടോയ്സ്. അപ്പോൾ അവിടെ എല്ലാം ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഫുഡ് കോർട്ട് ഏരിയയിലോട്ട് ഇറങ്ങി. ഇപ്പോൾ ഞാനിവിടെ ഒരു മാംഗോ ജ്യൂസ് വീണ്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ 3ാമത്തെ മാംഗോ ജ്യൂസാണ്. ഇവർ വളരെ നീറ്റായിട്ടാണ് തരുന്നത് കേട്ടോ. മാംഗോ ജ്യൂസ് വിത്ത് പാഷൻ ഫ്രൂട്ട് തന്നെയാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് ആ ഒരു ചെയ്യുന്ന രീതി കാണുമ്പോഴത്തേക്കേ മനസ്സിലാവും. കാരണം അതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ട് വേറെ സാധനങ്ങളൊന്നും അവർ ചേർക്കുന്നില്ല.
ഈ ഫിഷ് കണ്ടോ, ഇതിന് 200 തായ് ബാത്താണ് കേട്ടോ. ഇതിനവർ ഗ്രില്ല് ചെയ്ത് തരും. അപ്പം ഞാനും എന്തെങ്കിലും ഒരു സാധനം ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കുവാണ്. ഇവിടെ ഒരു വെറൈറ്റി സാധനം ക്രൊക്കഡൈലിൻ്റെ ഇതാണ്. ക്രൊക്കഡൈലിന് ഈ ഒരു സ്റ്റിക്ക് ഫുള്ളായിട്ട് 80 തായ് ബാത്താണ്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരതിനെ ഗ്രില്ല് ചെയ്ത് തരും. അപ്പോൾ നമുക്കിവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കാം. അവർ ഗ്രില്ല് ചെയ്തതിന് ശേഷം നമ്മളെ വിളിക്കും. പിന്നെ ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ. അതൊക്കെ ഫിഷിൻ്റെ സ്റ്റീക്ക് പീസാണ്. അതും അവർ റെഡിയാക്കി തരും. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഈവനിങ് സമയമാകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ പല പല വെറൈറ്റി ഡിഷസ്, എല്ലാം നല്ല സൂപ്പർ ഡിഷസാണ്, എല്ലാം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ സാധനം അവിടെ റെഡി ആയെന്ന് തോന്നുന്നു. അപ്പോൾ മുന്നേ പോയിട്ടൊന്ന് കളക്ട് ചെയ്തിട്ട് വരാം. ഇതാണ് കേട്ടോ ക്രൊക്കഡൈലിൻ്റെ ആ ഒരു ഗ്രില്ല് ചെയ്ത ഭാഗം. അപ്പോൾ ഇവിടെ അടുത്തൊരു ഭാഗത്ത് ഞാൻ വന്നിട്ട് റൈസ് വിത്ത് ബീഫ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബീഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലെയല്ല. അവർ ബീഫിനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞിട്ടിട്ട് അതിൻ്റെ കൂടെ റൈസും ബേസിൽ ലീവ്സും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് തരും. അപ്പോൾ എനിക്കുള്ള ഐറ്റമാണ് ഈ പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് ഇത് വരുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഇതാണ് കേട്ടോ നമ്മുടെ സാധനം. നമുക്ക് എവിടെയെങ്കിലും പോയിരുന്നിട്ട് കഴിക്കാം. അവർ തന്നെ നമുക്ക് സീറ്റും കാര്യങ്ങളെല്ലാം തന്നു. ഞാൻ എന്തെങ്കിലും ഒരു ഐറ്റം കൂടി പറയാമെന്ന് വിചാരിച്ചു. കാരണം ഇതെല്ലാം കണ്ടിട്ട് ഇനി നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാനൊരു പോർക്കിൻ്റെ സ്റ്റീക്ക് ഐറ്റംസാണ് ഇത്, ഇവിടുത്തെ ഫേമസ് ഐറ്റംസ് ആണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഇത് വാങ്ങിച്ചത്. നല്ലതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ദാഹം വന്നപ്പോഴത്തേക്ക് ഒരു ജ്യൂസ് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ജ്യൂസിലേക്ക് കിടക്കുവാണ്. ഇപ്പം ഞാൻ മാംഗോ വിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡിൻ്റെ ഇന്നത്തെ ഒരു ഡേ കഴിഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത എപ്പിസോഡിൽ കാണും വരെ ബൈ ബൈ.